നമസ്കാരം. ഇന്ത്യ ഗവൺമെൻറ് ഓഫ് റെയിൽവേ മന്ത്രാലയം 2017 നവംബർ മുതൽ റെയിൽവേ സ്റ്റേഷനുകളുടെ വർഗീകരണത്തിനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചു. ഈ തരംതിരിവ് അനുസരിച്ച് സ്റ്റേഷനുകളുടെ വർഗീകരണത്തിനായി സ്റ്റേഷനുകളിലെ യാത്രക്കാരുടെ എണ്ണവും വരുമാനവും കണക്കിലെടുത്ത് സ്റ്റേഷനുകളെ പല ഗ്രൂപ്പുകളായി തിരിച്ചു. നിർദ്ദിഷ്ട വരുമാനം വർഷത്തിൽ 500 കോടിയിലധികം രൂപ വരുമാനമുള്ള സ്റ്റേഷനുകളെ നോൺ സബർബൻ 1 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. NSG 2 കാറ്റഗറിയിൽ 100 കോടിയിൽ കൂടുതലും 500 കോടിയിൽ താഴെയുമായ സ്റ്റേഷനുകളെ ഉൾപ്പെടുത്തി. NSG 3യിൽ 20 കോടി ടു 100 കോടിയും NSG 4 10 കോടി ടു 20 കോടിയും NSG 5 1 കോടി ടു 10 കോടിയും NSG 6 1 കോടിയിൽ താഴെയുള്ള സ്റ്റേഷനുകളെയും ഉൾപ്പെടുത്തി. ഇതാണ് NSG കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളുടെ കാറ്റഗറി കണക്ക് ഒന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം എറണാകുളം ജംഗ്ഷൻ, കോഴിക്കോട് എന്നീ സ്റ്റേഷനുകൾ NSG 2 കാറ്റഗറിയിലും കായംകുളം, കണ്ണൂർ, ആലപ്പുഴ, കൊല്ലം, എറണാകുളം ടൗൺ, പാലക്കാട് ജംഗ്ഷൻ എന്നിവ NSG 3 കാറ്റഗറിയിലും ഉൾപ്പെടുന്നു. അപ്പോൾ NSG 1, 2, 3, 4, 5, 6 എന്നീ കാറ്റഗറിയിൽപ്പെട്ട സ്റ്റേഷനുകളുടെ വിവരങ്ങൾ അറിയുമ്പോൾ അത് ഏത് തരത്തിൽ പെറ്റവയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. താങ്ക് യു.